ഇതാ ഞങ്ങള് ഒരു ചെറിയൊരു ബീഫ് കറി പെരട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതെന്തോ ആവുമെന്ന്, പക്ഷെ ഇത് ഞങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പാചകക്കാരൻ ഡിങ്കിൾ മണി ഇതാ പെരട്ടി തുടങ്ങി. അതാണ്ടോ മതി അങ്ങോട്ട് പെട്ടെ, അങ്ങോട്ട് വരട്ടെ. അതിനകത്ത് മുളക് പൊടി വാരിട്ടണ്ടേ, മുളക് പൊടിയൊക്കെ ഇടണ്ടേ. കണ്ടോ ഗൾഫി വെക്കുന്ന രീതിയിലാണ് കണ്ടോ. ശകലം മഞ്ഞപ്പൊടി കുറച്ചിട്ടാ മതി. കുരുമുളക് പൊടിയൊക്കെ കുരുമുളക് പൊടി കൊണ്ടിരിക്കുന്നു. മുളക് പൊടി ഒരു ലേശം ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇല്ലേ മസാല അത് മല്ലിപ്പൊടിയുടെ മല്ലിപ്പൊടി ഒരു സ്പൂൺ, മല്ലിപ്പൊടി ഒരു സ്പൂണോ? ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്. 2 സ്പൂണ് ഇച്ചിരി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. കുരുമുളക് പൊടി. ഈ കറി ജീവിതത്തിൽ കാണാത്ത കറിയാണ് നിങ്ങൾ. കറി ആയില്ലെങ്കിൽ ഇത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ഇന്ന് നമ്മുടെ അതിഥി. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് വമ്പിച്ചൊരു കറിയും പരിപാടികളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പൗഡർ പൂശിയത് കുഴപ്പമില്ലായിരുന്നു, കുറച്ച് പൂശിയുള്ളായിരുന്നു. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്തായി ഇതാ പെരട്ട് അടിപൊളി. അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെച്ചാട്ടെ, അങ്ങനെ അങ്ങോട്ട് വെക്കട്ടെ. ഉപ്പിട്ടായിരുന്നോ? ഉപ്പ് നോക്കിയിട്ടൊക്കെ ഇടാവൂ. തക്കാളി 2 കഴിവ് ലാസ്റ്റ്. മതി ഉപ്പ് ഒരുപാടുണ്ടല്ലേ. ഒരുപാട് വേണ്ട, പ്രഷറൊക്കെ ഉള്ളയാ എനിക്ക്. ഇയാൾക്ക് പ്രഷറുണ്ട്. വിരലുള്ളേക്ക് തപ്പുന്ന വ്യക്തിയെ വിരളന കൊടുത്തു. നിങ്ങൾക്ക് സക്കാളി ഹൽവ. അതെ ഇതാ ഇത് കണ്ടോ നിങ്ങൾ ഇടുന്നു. അങ്ങനാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിപൊളി പരിപാടിയാ. ഇപ്പോഴേ ആയിട്ടില്ല ആണോ? എങ്കിൽ സാധനം അടച്ചങ്ങോട്ട് വെള്ളം ഒഴിച്ചു വെച്ചു. ഇതൊരു കുഴപ്പമുണ്ട് ഇതിന് കേട്ടോ. ടേസ്റ്റ് കൂടും. അത് സഹിക്കണം നിങ്ങൾ. ഇച്ചിരി കൂടുതലേ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഷാജിയെ. ഇതേ ഒരു പ്രശ്നമുണ്ട്, സംഭവിച്ചു. ഇച്ചിരി രുചി കൂടും. രുചി ഇച്ചിരി കൂടുതലായിരിക്കും. 5 കിലോ വേണമായിരുന്നല്ല. അല്ല, രുചി ഇച്ചിരി കൂടും. അത് എന്നെ കുറ്റം പറയും. വെള്ളം ഒഴിച്ചോ കൂടുന്നത് എനിക്ക് ഉത്തരവാദിത്തമില്ല. വെള്ളം ഒഴിച്ചോ. ഓക്കെ. അല്ല ശരി, വെള്ളം വെക്കണം.
അല്ല ചിക്കൻ അല്ല ബീഫാണ്. തുറന്നിട്ടേ അതൊക്കെ ഇരിക്കട്ടെ. ഈ മഞ്ഞപ്പൊടി ഇട്ടോ എനിക്ക് ഇട്ട് അതാണ് ഇട്ട് ഇട്ട്. 2 സ്പൂണ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ടോ. ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇട്ട്. ഇത് അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഇതാ അതിന്റെ വാവട്ടം അടഞ്ഞു കഴിഞ്ഞു. കരിയാപ്പല ഇട്ടോ. അത് ലാസ്റ്റ് കടുക് വറക്കുമ്പോ തുറക്കും നമ്മള്. ഇതിന്റെ അത് ഞാൻ 2 പറയട്ടെ? സൗണ്ട് വരും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, എല്ലാം ഇട്ട്. കുരുമുളക് എല്ലാം ഇട്ടോ. എല്ലാം ഇട്ട് പരിപ്പിടണം. പരിപ്പ് വേറെയാ. എല്ലാം ഇട്ടോ. എല്ലാം ഇട്ടിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്. അപ്പൊ അതിനകത്തല്ല ഇനി ഇത് എടുത്ത് എല്ലാ സാധനം ഇത് ഇനി പെരട്ടാൻ നമ്മൾ കടുക് വറുത്ത് കരിയാപ്പിലൊക്കെ ഇട്ടാൽ മതി. അടുത്ത സാധനം എടുത്ത് നമ്മൾ പ്രൊഫഷണൽ ആൾക്കാരല്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് കാര്യമാക്കണ്ട, തിന്നുമ്പോ അതങ്ങ് മാറും. നീ ഓഫാക്കി ഇവിടെ. ഇപ്പോ കണ്ടോ നമ്മുടെ ബീഫ് കറി റെഡി ആയി കഴിഞ്ഞു. കണ്ടോ സെറ്റപ്പ് ബീഫ് കറിയാണ്. കണ്ടോ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കലാകാരൻ ഇതാ ഓപ്പൺ ചെയ്യുകയാണ്. അടിപൊളി പൊളിച്ച് കേട്ടോ. കടുവൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ച് അത് കഴിഞ്ഞിട്ടൊക്കെ ഓപ്പൺ ചെയ്ത കേട്ടോ. ആ പൊളിച്ചേ സാധനം പൊളിച്ചേ. എങ്ങനുണ്ട്? അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ ഇതിന് രുചി കൂടുതൽ കാണും. നിങ്ങൾ അത് ക്ഷമിക്കണം. പൊളി സാധനം. ഇതിനകത്ത് കരളൊക്കെ എന്തിയടാ? കരളൊക്കെ മാറി. കരളൊക്കെ കാണും, അതിനകത്തെല്ലാം ഉണ്ട്. കരള് പോയി കാണും. അതുമല്ല വലിയ കാളയോ പോത്തിനെയോ ഒന്നും നമ്മൾ കണ്ടിക്കാൻ നമുക്ക് നിവർത്തിയില്ല. നമ്മൾ പാവപ്പെട്ടരായതുകൊണ്ട് അന്യ രുചിയാട്ടോ. രുചി അന്യ, അതിന് ഒരു മാറ്റമില്ല. കാരണം എന്താ പറയുക, ഇത്രയും രുചി വന്നേ പൊടി വാരിയിടാത്ത സാധാരണക്കാരന്റെ വീട്ടിലെ ബീഫ് കറി. നിങ്ങൾ പൊടി ഇടുന്നോണ്ടാ ഇത്രയും രുചി. ഇത് നമ്മുടെ സാധാരണക്കാരന്റെ ബീഫിലെ ചീനി വേവിച്ചതുണ്ട്. ഇത് പരിപ്പ് കറി ചോറിന്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട പരിപ്പ് കിടുക്കം പരിപ്പ് കറി ബീഫ് കറി കണ്ടേ. നമ്മുടെ സാധാരണക്കാരന്റെ വീട്ടിലെ ബീഫ് കറി. കാര്യം ഒരുപാടൊന്നുമില്ല, ചെറിയൊരു ബീഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കേ. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കണ്ടോ നമ്മൾ ബീഫും പിന്നെ ചീനിയും കൂടെ. എങ്ങനെയുണ്ട് സാധനം? സൂപ്പറായിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും അടിപൊളി. കഴിക്കുകയാണ് കീടും ചീനിയും ബീഫും. ഓക്കേ.